വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അങ്ങനെ ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരു അമാലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരാതിരുന്ന ഭൂരിപക്ഷം ആളുകൾക്കും ആ ക്ലാസ്സിലേക്ക് ഒരു റിവ്യൂ എന്ന നിലക്ക് പറയുന്നത്, മനുഷ്യ കുലത്തിൻ്റെ തുടക്കം മുതൽ ആജന്മ ശത്രുവാണ് പിശാച്. ഈ മനുഷ്യൻ്റെ ആജന്മ ശത്രുവിനെ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുവാനും അവനിൽ നിന്ന് രക്ഷ തേടുവാനും അള്ളാഹു റബ്ബുൽ ഇസ്സത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മനുഷ്യനെ അടിക്കടി ഉണർത്തുന്നുണ്ട്. അപ്പോൾ ആ പിശാചിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്ലാസ് എടുത്തത്. ആരാണ് പിശാച്, എന്താണ് പിശാച്, എങ്ങനെയാണ് പിശാച് മനുഷ്യനെ ശത്രുവായി തീർന്നത്, ആദം നബിയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുവാൻ പിശാചിൻ്റെ കുതന്ത്രങ്ങൾ എന്തെല്ലാമായിരുന്നു. അങ്ങനെ ആദം നബി അലൈഹി സ്വലാമയ്ക്ക് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിശാച് സുജൂദ് ചെയ്യാതിരിക്കുകയും അബാ വസ്തക്ബറ വിസമ്മതിക്കുകയും അഹങ്കാരം നടിക്കുകയും അങ്ങനെ പിശാചിനെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു അടിച്ച് പുറത്താക്കുകയും ചെയ്തപ്പോൾ പിശാച് അള്ളാഹുവിൽ നിന്നൊരു അനുമതി വാങ്ങി ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങളെയും നിന്റെ സത്യസന്ധമായ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വ്യതിചലിപ്പിച്ച് നരകത്തിലേക്ക് ആളെ കൂട്ടുന്ന ഉത്തരവാദിത്വവും പണിയും ഞാൻ ചെയ്യും, അതിന് എനിക്ക് അനുവാദം നൽകണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് അനുവാദം കൊടുത്തു എന്നതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത്. അപ്പം അങ്ങനെയുള്ള ഒരു പിശാച് ഞാൻ പറഞ്ഞല്ലോ മനുഷ്യൻ്റെ ആജന്മ ശത്രുവാണ്. ആദം നബി അലൈഹി സ്വലാമയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ അള്ളാഹു സ്വർഗീയ ആരാമങ്ങളിൽ സ്വച്ഛന്തം വിഹരിക്കുവാൻ വിട്ടപ്പോൾ അതിൽ അസൂയ കൊണ്ട പിശാച് മനുഷ്യകുലത്തിനെതിരായി വരികയും ലോകാവസാനം വരെയുള്ള മനുഷ്യരെ മുഴുവനും നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് അള്ളാഹുവിനോട് വാഗ്ദത്തം നടപ്പാക്കുകയും അള്ളാഹുവിന് അനുമതി നേടുകയും കൊടുക്കുകയും ലഭിക്കുകയും ചെയ്ത ആ പിശാച് മരണാവസരങ്ങളിൽ പോലും സത്യവിശ്വാസിയായ മനുഷ്യന്റെ മരണസമയത്ത് പോലും പിശാച് വരികയും ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുവാനും പോലും മനുഷ്യനെ ശക്തനാക്കുന്ന രൂപത്തിലേക്കും ആ സമയത്ത് കഠിനമായി പിശാചും കൂട്ടാളികളും പരിശ്രമിക്കും എന്ന് അല്ലാഹുവും റസൂലും നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം അലൈഹി റഹ്മ 7 കാര്യങ്ങൾ മനുഷ്യനെ പിശാച് അടർത്തിക്കൊണ്ടുപോകുന്ന 7 കാര്യങ്ങൾ എണ്ണി പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ ക്ലാസ് നിങ്ങൾ നെറ്റിൽ കേൾക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് നമ്മുടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആജന്മ ശത്രുവിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴികളാണ്. ഈ പിശാചിനെ കുറിച്ച് നമ്മൾ കൂടുതലായി പഠിക്കേണ്ടത് ഒരു ആവശ്യകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശത്രുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ പ്രതിരോധത്തിൻ്റെ ഭാവങ്ങളും പ്രതിരോധത്തിൻ്റെ മേഖലകളും പ്രതിരോധത്തിൻ്റെ ഇടങ്ങളും നമുക്ക് കൂടുതൽ ശക്തി പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. പിശാചിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണത ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, ഒരു പക്ഷേ നാം കാഫിറായോ മുശ്രിക്കായോ മരണപ്പെട്ടു പോകാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് പിശാചി എന്ന വിഷയത്തെക്കുറിച്ച് കൃത്യമായും വ്യക്തമായും പൂർണ്ണമായും മനസ്സിലാക്കുവാനും പഠിക്കുവാനും എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ പിശാചിൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ആ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്ക് പഠിക്കാം. പിശാചിനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, കണ്ണിമ വെട്ടുന്ന സമയത്തേക്ക് പോലും പിശാച് ആരെയും ഉപേക്ഷിക്കില്ല. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഒരു മനുഷ്യന്റെ മരണാസന്ന വേളയിൽ, സക്കറാത്തിൽ മൗത്തിന്റെ വേളയിൽ അസ്രായേലും കൂട്ടിലും മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകുന്ന ആ സന്ദർഭത്തിൽ റസൂല് പറഞ്ഞു, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്ത് തൗഹീദ് അതിൻ്റെ പൂർണ്ണമായ രൂപത്തിലും ഭാവത്തിലും അർത്ഥത്തിലും എല്ലാം വ്യക്തമായി പറയുവാനുള്ള ഒരു തൗഫീക്ക് ലഭിക്കുന്ന ആ സന്ദർഭത്തിൽ പോലും പിശാച് നമ്മളെ അടുത്തുനിന്ന് ലാ 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 എന്ന് മാത്രമേ പറയിപ്പിക്കുകയുള്ളൂ എന്ന് പണ്ഡിതന്മാരും പല ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ലാ എന്ന് പറഞ്ഞില്ല, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നില്ല എന്ന് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുവാൻ പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഒരു കണ്ണിമ വെട്ടുന്ന
സമയത്തേക്ക് പോലും പിശാച് ആരെയും വെറുതെ വിടുകയില്ല. പിശാച് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം സഞ്ചരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്കറിയാം, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ആകെ പിശാചിന് പേടിയുണ്ടായിട്ടുള്ള ഒരു മനുഷ്യരൂപം പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെയുള്ള അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ലഭിക്കപ്പെട്ട സച്ചരിദ്ധരായ ആളുകൾക്കൊപ്പം പിശാചിന് പേടിയുണ്ടായിരുന്ന ഒരാൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ പിശാച് ആ വഴിയിൽ നിന്ന് എതിർ വഴിയിലേക്ക് ഓടിക്കളയുമെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും ദുർമന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള വഴികൾ അള്ളാഹുവും അവൻ്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചതുണ്ട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് റെഫറൻസുകൾ നമ്മൾ ഈ വിഷയമായി റിസർച്ച് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കും. അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസമാണ്. എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്? അള്ളാഹു ഉണ്ട്, എന്നെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്ന കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളതാണ് വിശ്വാസം. സൃഷ്ടി, സ്ഥിതി, സംഹാരമൂർത്തിയായി അള്ളാഹുവിനെ മാത്രമേ നമ്മൾ വിശ്വസിക്കുവാൻ പാടുള്ളൂ. മറ്റുള്ളവരുടെ ഏതെങ്കിലും ഇടപെടലുകൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചു പോയാൽ അവിടെ അത് കുഫറായിരിക്കും, ഷിർക്കായിരിക്കും, മറ്റു പല തട്ടുകളിലേക്കും അത് മാറിപ്പോകും. അതല്ലാതെ അള്ളാഹു മാത്രമാണ് എന്നെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സഹായിക്കുകയും എല്ലാം ചെയ്യുന്നത് എന്നുള്ള പൂർണ്ണമായ ദൃഢമായ ബോധ്യമായ വിശ്വാസം ഉണ്ടായിരിക്കുക. അതിന് ഖുർആൻ പറഞ്ഞത് ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാരോ അവരുടെ മേൽ അവന് പിശാചിന് തീർച്ചയായും യാതൊരു അധികാരവുമില്ല. അള്ളാഹുവിൽ കൃത്യമായി ദൃഢമായി വിശ്വസിക്കുന്ന ആളെ പിശാചിന് വഴിതെറ്റിക്കുവാൻ സാധിക്കുകയില്ല എന്ന് സൂറത്ത് നഹ്ലിലെ 99-ാമത്തെ ആയത്തിൽ പറയുന്നു. ആ വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, അത് ദൃഢമായിരിക്കണം. വെറുതെ ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു, ഞാൻ വെറുതെ ഏതെങ്കിലും അള്ളാഹു തആലയിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ മുസ്ലിമാണ് എന്ന രൂപത്തിലല്ലാതെ ദീനിൻ്റെ പരിപൂർണമായ 100% ഉൾക്കൊള്ളുന്ന അള്ളാഹുവിലുള്ള വിശ്വാസമാണ് വേണ്ടത്. ഇനി മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുകയാണ്, ഇന്നാ ജഅൽന ശയാത്തീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ. തീർച്ചയായും അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർക്ക് പിശാചുക്കളെ നാം മിത്രങ്ങളാക്കി കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ പിശാചിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരെക്കാണ് പിശാചുക്കൾ മിത്രങ്ങളും ആകുന്നത്. അപ്പോൾ ഇത് തമ്മിൽ വേർതിരിക്കുന്ന ആ ഏക ഘടകം എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള പരിപൂർണമായ വിശ്വാസമാണ്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയണം, ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. സൂറത്ത് നഹ്ലിലെ 100-ാമത്തെ ആയത്തിൽ പറയണം, അവൻ്റെ, അതായത് പിശാചിൻ്റെ അധികാരം അവനെ രക്ഷാധികാരിയാക്കുന്നവരുടെയും അള്ളാഹുവോട് പങ്കു ചേർക്കുന്നവരുടെയും മേൽ മാത്രമാകുന്നു. അപ്പോൾ ആരെങ്കിലും അള്ളാഹു അല്ലാത്ത ആളുകളെ പങ്കു ചേർക്കുന്നുണ്ടെങ്കിൽ അവരുടെ രക്ഷാധികാരിയായി അവർക്ക് മേലേക്ക് കടന്നു വരുന്നത് പിശാച് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിൽ മാത്രമാണ് വിശ്വസിക്കുകയും തവക്കുൽ ചെയ്യുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു ആയിരിക്കും സുൽത്താൻ, അവരുടെ അധികാരം അള്ളാഹുലായിരിക്കും എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത് ഇഖ്ലാസ് എന്നാണ്. ഈ ഇഖ്ലാസ് നമ്മൾ പലപ്പോഴും കേട്ടതാണ്, അറിഞ്ഞതാണ്, പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്, നമുക്കെല്ലാവർക്കും ആകണമെന്ന് ആഗ്രഹമുള്ളതാണ്. എന്താണ് ഇഖ്ലാസ്? ആരാധനകളെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കൽ, അഥവാ അവൻ്റെ പൊരുത്തവും പ്രീതിയും മാത്രം ഉദ്ദേശിച്ചുള്ളതായിരിക്കൽ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഈ കാര്യത്തിൻ്റെ പരിപൂർണമായ പ്രതിഫലം ലഭിക്കേണ്ടത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്ന് കരുതുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഇഖ്ലാസ് ആകുന്നത്. അതല്ലെങ്കിൽ ഇഖ്ലാസിൻ്റെ തട്ടുകളിൽ നിന്ന് അത് താഴെ തട്ടുകളിലേക്ക് അവരവരുടെ നെയ്യത്തുകൾക്കനുസരിച്ച് മാറിപ്പോകും. ജനങ്ങൾ കാണണമെന്നാണെങ്കിൽ അത് മാത്രമായി പോകും, ആളുകളുടെ ഇടയിൽ പ്രസിദ്ധനാകണമാകില്ലെങ്കിൽ അത് മാത്രമായി പോകും, അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ
ചെയ്യുന്നു എന്ന് എന്നെ പുകഴ്ത്തണമെന്ന് ആളുകൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആ നിലകളിലേക്ക്, നമ്മുടെ നെയ്യത്തിൻ്റെ നിലകളിലേക്ക് ഈ പ്രവർത്തനങ്ങൾ മാറിപ്പോകും. അതെല്ലാം ഒഴിവാക്കി അള്ളാഹുവിൽ ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുമ്പോൾ പിശാചിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം കാല ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ എന്ന് പിശാച് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞു, ആര്? ഇബ്ലീസ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഇബ്ലീസ് പറഞ്ഞു, നിന്റെ പ്രതാപമാണ് സത്യം, അവരെ മുഴുവൻ ഞാൻ വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിനോട് അന്ന് ഇബ്ലീസ് പറയാണ്, അള്ളാഹുവിൻ്റെ നിന്റെ പ്രതാപം കൊണ്ട് തന്നെ സത്യം, നിന്റെ മുഴുവൻ മനുഷ്യരെയും ഞാൻ വഴിതെറ്റിക്കും, അവരിൽ നിന്ന് നിഷ്കളങ്കന്മാരായ ദാസന്മാരൊഴികെ. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിഷ്കളങ്കന്മാരായ ഇഖ്ലാസുള്ള അള്ളാഹുവിന് വേണ്ടി മാത്രം അമലുകൾ ചെയ്യുകയും അമലുകളുടെ നിയ്യത്തുകൾ അതിലേക്ക് മാത്രമാക്കി ചുരുക്കുകയും ചെയ്യുന്ന മുഖ്ലിസുകളായ ഇഖ്ലാസുകളായ ആളുകളെ എനിക്കൊരിക്കലും വഴിതെറ്റിക്കാൻ കഴിയില്ല എന്ന് പിശാചി അള്ളാഹുവിൻ്റെ ഇസ്സത്ത് കൊണ്ട് സത്യം ചെയ്ത് അള്ളാഹുവിനോട് തന്നെ പറയാണ്. വബി ഇസ്സത്തിക, ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ മഹത്വം കൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു, നിന്റെ മുഖ്ലിസുകളായ അടിമകളെ ഒരിക്കലും എനിക്ക് വഴിതെറ്റിക്കാൻ പറ്റുകയില്ല. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ ലാ യുഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തഗി ബിഹി വജ്ഹിഹി. അബൂ ഉമാമ അൽ ബാഹിലിയിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഇഖ്ലാസോടെ അല്ലെങ്കിൽ നിഷ്കളങ്കമായി അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങളല്ലാതെ അവൻ സ്വീകരിക്കുകയില്ല. അള്ളാഹുവിൽ സ്വീകാര്യമാകുന്നതിൻ്റെ കർമ്മങ്ങളുടെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇഖ്ലാസോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ, ഹജ്ജും അതേപോലെയുള്ള അറഫ ദിനത്തിലെ നോമ്പും ബലികർമ്മങ്ങളുമെല്ലാം നമുക്ക് മുമ്പിലേക്ക് 1-2 ആഴ്ചകളിലേക്ക് എത്തിച്ചു തരികയാണ്. ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും ഇഖ്ലാസോടുകൂടി ആകുമ്പോൾ മാത്രമാണ് അത് അള്ളാഹുവിൽ മഖ്ബൂലും മബ്റൂറുമാകുന്നത്, സ്വീകാര്യവും പ്രതിഫലാർഹവുമാകുന്നത്. അത് ഇഖ്ലാസോടുകൂടി ചെയ്യുമ്പോഴാണ്. ഇനി ഈ സംഭവം പറയുന്നതിന് മുമ്പായിട്ട് കുറേ ഗൗരവമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സംഭവം പറയും. ഇപ്പോൾ ഇവിടെ ചെറിയ കുട്ടികളും സ്കൂളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളും ഉമ്മമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു സംശയം ഉണ്ടാവും ഈ ഇബ്ലീസിനെ കുറിച്ച്. ഇതിന് മാത്രം പറയാൻ, എന്താണ് ഇബ്ലീസ് ചെയ്യുന്ന കുഴപ്പങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇബ്ലീസ് എങ്ങനെയാണ് കടന്നു വരുന്നത്, ഇബ്ലീസ് നമ്മളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് തെറ്റിക്കുന്നതെന്നൊക്കെ ചിന്തകൾ ഒരുപക്ഷെ സംശയമുണ്ട്. ഞാനൊരു കഥ പറയാം. ഒരു കുട്ടി, ഒരു 5-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇബ്ലീസിനെ കുറിച്ച് ഇതേമാതിരി വായിക്കുകയും പഠിക്കുകയും വീട്ടിൽ നിന്ന് ഇബ്ലീസിനെ സൂക്ഷിക്കണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പഠിച്ചവനെ ഞാൻ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷ തേടുന്നു എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ പറയുന്ന കേട്ടപ്പോൾ ആ കുട്ടിക്കൊരു സംശയമായി. ഈ ഇബ്ലീസിനൊന്ന് കാണുകയും എന്താണ് നിങ്ങളൊരു കുഴപ്പമെന്ന് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കുക എന്നിട്ട് ഒരു ആഗ്രഹമായി നടക്കുന്ന സന്ദർഭത്തിൽ ഈ കുട്ടിയും അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ ഉമ്മയും കൂടി മാർക്കറ്റിലൂടെ ഒരു ബേക്കറിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഈ കുട്ടി ഇങ്ങനെ വെറുതെ ആഗ്രഹിച്ചു ഇബ്ലീസിനെ ഒന്ന് കണ്ടിരുന്നുവെന്ന്. സുസ്മേരവദനായി വെൽ ഡ്രസ്ഡ്, നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ്റെ രൂപത്തിൽ ഇബ്ലീസ് കുട്ടിയുടെ മുമ്പിലേക്ക് വന്നു. ഹലോ ഞാനാണ് ഇബ്ലീസ്. ഓക്കെ, നിങ്ങൾ ഇത്ര സുന്ദരനാണല്ലോ, എന്നിട്ട് നിങ്ങളെക്കുറിച്ച് ആളുകൾ വളരെ മോശമായി, ആളുകളുടെ ജീവിതത്തിൽ എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇബ്ലീസിൻ്റെ പണിയാണെന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളൊരു മാന്യനാണ്, വെൽ ഡ്രസ്ഡാണ്, വളരെ സുന്ദരനും സുമുഖനും എല്ലാമാണ്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, എൻ്റെ ഒരു വിധിയാണത്. ആളുകൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അവസാനം അതെൻ്റെ ഒരു കുറ്റം പറയും. അപ്പോൾ കുട്ടി പറഞ്ഞു, അങ്ങനെ ആളുകൾ പറയുകയാണെങ്കിൽ അതെന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമല്ലോ. ഇബ്ലീസ് പറഞ്ഞു, ഞാൻ കാരണങ്ങൾ വിശദീകരിക്കുന്നതിനേക്കാളും നല്ലത് ഞാനതൊരു കാര്യം കാണിച്ചു തരുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയും കുട്ടിയുടെ ഉമ്മയും ഈ ഇബ്ലീസും കൂടി ഒരു ബേക്കറിയിലേക്ക് കടന്നുപോയി. ബേക്കറിയിൽ നമുക്കറിയാം, ബേക്കറിയിൽ ഭരണികളിൽ ലഡു അതേപോലെയുള്ള പലഹാരങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കും, മധുര പലഹാരങ്ങൾ നിരത്തി വെക്കും. ആ ലഡുവിൻ്റെയും ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ നമ്മൾ ഗുലാബ് ജാമുന് അതേപോലെയുള്ള സാധനങ്ങൾ ഈ പഞ്ചസാര പാനിയിലിട്ടിങ്ങനെ വെക്കും. അപ്പോൾ പഞ്ചസാര പാനിയുടെ ഒരു കുപ്പി തുറന്നിട്ട് ഒരു വിരലിൽ മുക്കിയിട്ട് ആ വിരലിൽ മുക്കി ആ പഞ്ചസാര പാനിയുടെ ഒരു തുള്ളി ആ മതിലിലേക്ക് ഇബ്ലീസ് ഇങ്ങനെ തൊട്ടിട്ട് മാറി നിന്നു.
ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ ഈ കുട്ടി സസൂക്ഷ്മം ശ്രദ്ധിച്ചു. ഇബ്ലീസ് ആകെ ചെയ്തത് പഞ്ചസാര പാനിയുടെ പാത്രം തുറന്ന് ആ പാനിയിൽ നിന്നൊരു തുള്ളി എടുത്ത് മതിലിൽ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തു. അവിടെ ഒരു ചെറിയ മാർക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഈച്ച വന്നിരുന്നു. ഒരു ഈച്ച രണ്ടായി, 2-3 ഈച്ചകളായി കഴിഞ്ഞപ്പോൾ ബേക്കറിയിൽ നിന്നൊരു ഈച്ചയെ കണ്ടതുകൊണ്ട് ഒരു പല്ലി കടന്നു വന്നു. പല്ലിയും ഈച്ചയും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഒരാൾ പിടിക്കാൻ ശ്രമിക്കുകയും മറ്റത് രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു എന്താ പറയുക ഓട്ടക്കളി തുടങ്ങി. ടോം ആൻഡ് ജെറി മാതിരി ഒരാൾ ഓടുന്നു, ഒരാൾ രക്ഷപ്പെടുന്നു. അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് വേറൊരു സ്ത്രീ, ഒരു കുലസ്ത്രീ എന്ന് വേണം നമുക്ക് പറയാൻ, കയ്യിലൊരു പൂച്ചയുമായി ഇങ്ങനെ നെഞ്ച് ഭാഗത്തൊരു പൂച്ചയെ പിടിച്ചിട്ട് കയ്യിലൊരു വാനിറ്റി ബാഗുമായിട്ടൊരു സൊസൈറ്റി ലേഡി പോലെ ഇങ്ങനെ കടന്നു വന്നു. അവർക്കും വേണ്ടത് ബേക്കറിയിൽ നിന്ന് പലഹാരങ്ങൾ വാങ്ങാനാണ്. അവരിങ്ങനെ ഏത് പലഹാരം വാങ്ങുമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ പൂച്ച ഈ പല്ലിയുടെയും ഈച്ചയുടെയും ചാട്ടങ്ങൾ കണ്ട്, പൂച്ച പല്ലി എന്ന് പറയുന്നത് രണ്ടും വിരുദ്ധ മുന്നണിയിൽപ്പെട്ട ആളുകളായതുകൊണ്ട് ഈ പൂച്ച പല്ലിയെ പിടിക്കാനായിട്ട് ഈ ലേഡിയുടെ കയ്യിൽ നിന്നെടുത്ത് ചാടുന്ന സന്ദർഭത്തിലാണ് വേറൊരു തലയിൽ ക്യാറ്റ് ബോയ് അല്ലെങ്കിൽ കൗ ബോയ് തൊപ്പിയൊക്കെ വെച്ച് ഷോർട്സൊക്കെ ഇട്ട് ബെൽറ്റൊക്കെ ഇട്ട് കപ്പട മീശയൊക്കെ വെച്ചിട്ട് ഒരു സായിപ്പ് ഒരു പട്ടിയുമായി ബേക്കറിയിലേക്ക് കടന്നു വരുന്നു. ഈച്ചയുടെ വിളയാട്ടവും പല്ലിയുടെ ചാട്ടവും പൂച്ചയുടെ ചാട്ടവും കണ്ടുകൊണ്ടാണ് സായിപ്പിൻ്റെ കൂടെ വന്ന പട്ടി അല്ലെങ്കിൽ നായി ഈ ബേക്കറിയിലേക്ക് കടന്നു വരുന്നത്. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിച്ചു. പല്ലി ചാടുന്നു, പൂച്ച ചാടുന്നു, ഈ ചാട്ടമെല്ലാം കണ്ട് നായയും ചാടുന്നു. അവിടെ നായ ചാടിയത് താഴത്തു നിന്നായതുകൊണ്ട് ആ ബേക്കറിയിൽ നിന്ന് ഏകദേശം എല്ലാ ഭരണയിലെയും തട്ടുകയും അത് മുട്ടി നിലത്ത് വീഴുകയും ബേക്കറിയിൽ ആകപ്പാടെ പ്രശ്നങ്ങളുമായി. ഈ എല്ലാവരും കൂടി അവിടെ കിടന്ന് ഇടിയുണ്ടാക്കി. ലേഡി പറഞ്ഞു എൻ്റെ കുഴപ്പമില്ല, ഇവിടെ പല്ലി ഉണ്ടായതുകൊണ്ട് കുഴപ്പമാണ്. അയാൾ പറഞ്ഞു ഈച്ചയുടെ കുഴപ്പമാണ്. ബേക്കറിക്കാരൻ അവർ രണ്ടുപേരും കൂടി 2 സൈഡിൽ നിന്ന്, ഒരു ലേഡിയും മറ്റേ ആളും കൂടി ബേക്കറിക്കാരൻ ഇടിയുണ്ടായി. ബേക്കറിക്കാരൻ പറഞ്ഞു നിങ്ങൾ കടയിൽ വന്നപ്പോൾ പൂച്ചയും പട്ടിയുമായിട്ടൊക്കെ വന്നതുകൊണ്ടാണ് പ്രശ്നമുണ്ടായതുകൊണ്ട് അവസാനം അത് ആ ബേക്കറിയിൽ നിന്നിരുന്ന കടയിൽ തല്ല് തുടങ്ങി. ആ ഏരിയ മുഴുവനും ബേക്കറിക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റു കടക്കാരെല്ലാവരും വന്നു. അതൊരു കൂട്ടത്തല്ലിൽ കലാശിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ പിശാചി കുട്ടിയോട് ചോദിച്ചു, ഇപ്പം കണ്ടില്ലേ, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടാണ് ആളുകൾ എന്നെ കുറ്റം പറയുന്നത്? ഞാൻ ആകെ ചെയ്തത് ഒരു തുള്ളി ഞാൻ ആ മദരയിൽ വെച്ചു. പല്ലി വന്നു, ഈച്ച വന്നു, പല്ലി വന്നു, പൂച്ച വന്നു, പട്ടി വന്നു, ഇടി നടന്നു. ഈ സ്ട്രീറ്റ് മുഴുവൻ ഇടി നടന്നു. എന്നിട്ടും ആളുകൾ അവർ തമ്മിലുണ്ടാക്കി ഇടിക്ക് കുറ്റം പറയുന്നത് തന്നെയാണ്. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി അതിൻ്റെ ഏറ്റവും ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ആ സാധനം ആ ഭിത്തിയിൽ തൊട്ടതുകൊണ്ടാണ്. അതില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ട് കുട്ടിക്ക് മനസ്സിലായി ഏത് പ്രശ്നങ്ങളുടെയും കാരണം, തുടക്കം ഒരു ചെറിയ അണുമണിത്തൂക്കത്തിൽ നിന്നുള്ള തുടക്കം വലിയ വലിയ ലോകയുദ്ധത്തിലേക്ക് അവരെത്തിക്കുവാൻ ശക്തനും പ്രാപ്തനും അതേപോലെ തന്നെ അതിനുവേണ്ടി കാര്യങ്ങൾ ഒരുക്കി വെക്കുന്നവരുമാണ് പിശാച് എന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. നിങ്ങൾക്കും അതുപോലെ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇമാം ഇബ്നുൽ ജൗസി അലൈഹി റഹ്മത്തൻ്റെ തൽബീസ് ഇബ്ലീസ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കഥയുടെ സംക്ഷിപ്ത രൂപം ഇതാണ്. ഒരു സ്ഥലത്ത് അള്ളാഹുവിന് പുറമെ ജനങ്ങൾ ആരാധന അർപ്പിച്ചിരുന്ന ഒരു വൃക്ഷം ഉണ്ടായിരുന്നു, ഒരു മരം ഉണ്ടായിരുന്നു. ഷിർക്കിനോട് വെറുപ്പുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ അവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ മരം ഞാൻ മുറിച്ച് കളയുക തന്നെ ചെയ്യും. അപ്പോൾ ആളുകൾ ഈ മരത്തെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സച്ചരിതനായ, നിഷ്കളങ്കനായ, മുഖ്ലിസായ, മുത്തക്കിയായ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഈ പരിപാടി ശരിയല്ല, അതുകൊണ്ട് ഈ മരം ഞാൻ മുറിച്ചു കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? അള്ളാഹുവിന് പുറമേയുള്ളവരെ ആരാധിക്കുന്നതിൻ്റെ രോഷത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ച് ആ മരം മുറിക്കാൻ അയാളിങ്ങനെ ഒരുങ്ങി. കോടാലിയും സംഭവങ്ങളായിട്ടൊക്കെ വന്നു. അപ്പോൾ പിശാച് മനുഷ്യരൂപത്തിലെത്തി ആ മനുഷ്യനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ച് മരം മുറിക്കുവാനായി ഒരുങ്ങുന്ന മനുഷ്യനെ തടയാൻ പിശാചിന് കഴിഞ്ഞില്ല. അദ്ദേഹം ഒരുങ്ങി വന്നിരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഒന്ന്, അദ്ദേഹം മുഖ്ലിസായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിക്കുന്നവനായിരുന്നു, പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുന്നവനായിരുന്നു. ആ ക്വാളിറ്റികളെല്ലാം ഒരുമിച്ച് കൂടിയ മനുഷ്യനെ മരം മുറിക്കുന്നതിൽ നിന്ന് മനുഷ്യരൂപത്തിലെത്തിയ പിശാചിനെ തടയാൻ കഴിഞ്ഞില്ല. പിശാച് അപ്പോൾ ഒരു ഓഫർ കൊടുത്തു. നമുക്കൊക്കെ അങ്ങനെ പല ഓഫറുകളും, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ, ദീനിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് അതിൽ നിന്ന് തെറ്റിക്കാനായിട്ട് പിശാച് ഓഫറുകൾ. ഒന്നുമില്ലെങ്കിൽ ജമാഅത്തിൻ്റെ സമയം ആരെങ്കിലും നമ്മളെ ഫോൺ വിളിക്കും. അതൊരു പിശാചിൻ്റെ തന്ത്രമാണ്.
അപ്പോ പിശാച് പറഞ്ഞു, നീ മരം മുറിക്കാതിരുന്നാൽ എല്ലാ ദിവസവും നേരം പുലരുമ്പോൾ നിന്റെ തലയണക്കരികെ 2 സ്വർണ്ണ നാണയങ്ങൾ, ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന് എന്ത് വിലയുണ്ട്, ഏകദേശം 60,000 രൂപ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ 2 പവൻ സ്വർണം എല്ലാ ദിവസവും സുബഹിക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യനങ്ങോട്ട് വല്ലാതെ സന്തോഷിച്ചു. 2 സ്വർണ്ണ നാണയങ്ങൾ കിട്ടും, അത് നിനക്കുള്ളതാണ്. അങ്ങനെ ആ ദിവസം ആ മനുഷ്യൻ മരം മുറിക്കാതെ തിരിച്ചുപോയി. പിശാചിന്റെ ഓഫർ കേട്ട് 2 സ്വർണ്ണ നാണയങ്ങൾക്ക് വേണ്ടി ആ മനുഷ്യൻ അന്ന് ആ മരം മുറിച്ചില്ല. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ തൻ്റെ തലയണക്കരികിൽ 2 സ്വർണ്ണ നാണയങ്ങൾ ആ മനുഷ്യൻ കണ്ടു. അന്ന് അയാൾ മരം മുറിക്കാൻ പോയതുമില്ല. അപ്പോൾ സ്വർണ്ണ നാണയം കിട്ടിയ ഒരു സന്തോഷത്തിൽ കുറച്ചു നേരത്തേക്ക് ഒരു ഇഖ്ലാസും തഖ്വയും തവക്കുലും ഇബാദത്തും ഒക്കെ അങ്ങോട്ട് സ്വർണത്തിൻ്റെ കീഴിലായിപ്പോയി. സ്വർണം അതിനെയൊക്കെ മൂടിക്കടന്നു. പിറ്റേ ദിവസം സ്വർണ്ണ നാണയം കിട്ടാതെ വന്നപ്പോൾ, കാണാതെ വന്നപ്പോൾ മൂപ്പരിക്ക് പഴയ രോഷം അങ്ങ് കൂടി മരം മുറിക്കാനായിട്ട് കോടാലിയൊക്കെ എടുത്ത് പുറപ്പെട്ടു. അള്ളാഹുവിന് പുറമെ ജനങ്ങൾ ആരാധന അർപ്പിക്കുന്ന ഈ മരം ഞാൻ മുറിക്കുമെന്ന് അയാൾ ആത്മഗതം ചെയ്തു. പോകുന്ന വഴിക്ക് പുള്ളി ഒരു നെയ്യത്ത് ചെയ്തത്, ഞാൻ ഇനി ഈ മരം വെച്ചേക്കൂല, അത് ഞാൻ മുറിച്ചു കളയുമെന്ന്. എന്നാൽ മരം മുറിക്കുന്നതിൽ നിന്ന് പിശാച് ആ മനുഷ്യനെ കീഴ്പ്പെടുത്തി. ഇന്നലെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല, അതിൻ്റെ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കീഴ്പ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പിശാചാണ്. ആദ്യം നീ മരം മുറിക്കാൻ വന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചായിരുന്നു. അപ്പോൾ നിന്നെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ നീ വന്നിരിക്കുന്നത് 2 സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കാത്തതിലുള്ള രോഷവുമായിട്ടാണ്. അതുകൊണ്ടാണ് നിന്നെ കീഴ്പ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഞാനീ പറഞ്ഞു വന്നത് ഇഖ്ലാസിൻ്റെ വകഭേദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാമാണ് പരീക്ഷിക്കപ്പെടുന്നത്, പിശാച് അതിനുള്ള വഴിവെക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അടുത്തത്, മൂന്നാമത്തേത് തവക്കുൽ. ഏതൊരു വിഷയത്തെക്കുറിച്ചും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നുള്ളത് മോമിനിൻ്റെ ബാധ്യതയാണ്. നമുക്കറിയാം, നമ്മൾ രാവിലെ ഡ്രസ്സൊക്കെ ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക. വലത് കാലം മുന്തിച്ചിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നമ്മൾ തവക്കുൽ ചെയ്യണം. ആ തവക്കുലിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ പരമേൽപ്പെടും. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് അള്ളാഹു നിർണയിച്ചതായിരിക്കും എന്നുള്ള തവക്കലോടുകൂടിയാണ് നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വകീലാ. അള്ളാഹുവെ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. വതവക്കൽ അലല്ലാഹ്, പിന്നെയോ വകഫാ ബില്ലാഹി വകീലാ, കൈകാര്യകർത്താവ് നിനക്ക് അല്ലാഹു മതി. അവിടെ പണ്ഡിതന്മാർ ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടി ചേർക്കും, മുഫസ്സിറുകൾ സലഫുസ്വാലികൾ മാത്രം എന്ന അർത്ഥം കൂടി ചേർക്കും. അല്ലാഹു മാത്രം മതി. വകഫാ ബില്ലാഹി വകീല, നിനക്ക് തവക്കുൽ ചെയ്യാൻ അല്ലാഹു മാത്രം മതി എന്ന് സൂറത്ത് അഹ്സാബിൻ്റെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സഹോദരന്മാരെ, ജീവിതത്തിൽ തവക്കുൽ, അതായത് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് ഭരമേൽപ്പ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നല്ല കാര്യങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും വിമിഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൽ, കാത്തു സൂക്ഷിക്കുന്ന ആരെയും പിശാചിന് ഉപദ്രവിക്കാൻ. ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടാം, പരീക്ഷണങ്ങൾ നേരിടാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത എല്ലാ സ്ഥലത്തു നിന്നും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കുന്നുകൂടി വരും. തിരമാലകൾ അലയടിച്ചു വരുന്നത് പോലെ ഈ പ്രയാസങ്ങളെല്ലാം വരുമ്പോഴും തവക്കുൽ ചെയ്യുന്നവർക്ക് ആത്മവീര്യം തകർക്കാൻ സാധിക്കുകയില്ല. ഇതിൽ വീഴ്ച സംഭവിക്കുമ്പോഴാണ് പിശാചിന് നമ്മുടെ മേൽ അധികാരം ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ അലാ റബ്ബിഹിം യതവക്കലൂൻ ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാരോ അവരുടെ മേൽ പിശാചിന് തീർച്ചയായും ഒരു അധികാരം ഉണ്ടാവില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരെ തളർത്താം, അവരെ നശിപ്പിക്കാം, അവരെ പരാജയപ്പെടുത്താം. ബിസിനസ്സിലും ജോലികളിലും മറ്റു അവരുടെ ജീവിതത്തിൻ്റെ മറ്റെല്ലാ മേഖലകളിലുമെല്ലാം അവരെ തളർത്താൻ പറ്റുമെങ്കിലും അവരെ തകർക്കാൻ പറ്റുകയില്ല. കാരണം അവൻ്റെ അധികാരം അവനെ രക്ഷാധികാരിയാക്കുന്നവരുടെയും അള്ളാഹുവോട് പങ്കു ചേർക്കുന്നവരുടെയും മേൽ മാത്രമാകുന്നു. പിശാചിന് അധികാരം കിട്ടുന്നത് അവനെ പങ്കുകാരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രം
തവക്കൽ ചെയ്യുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു പ്രയാസമോ പ്രശ്നമോ ജീവിതത്തിൽ നേരിടുകയില്ല. ഇനി 4ാമത്തെ കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് തഖ്വ. ഇത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. ആ തഖ്വ മിൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു ഹൃദയത്തിലാണ് തഖ്വ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് തഖ്വ? അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവരെ പിശാചിൽ നിന്നുണ്ടാകുന്ന വല്ല ദുർബോധനവും ബാധിച്ചാൽ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരുന്നതാണ്. എന്തെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ, പ്രയാസങ്ങൾ പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ ആ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളിലുമെല്ലാം സത്യവിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കും. അപ്പോഴതാ അവർ ഉൾക്കാഴ്ചയുള്ളവരാകുന്നു. അള്ളാഹു എന്നെ സഹായിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസവും തഖ്വയും ആ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകും. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ചു പോരുന്ന ഭയഭക്തന്മാർ വല്ലപ്പോഴും പിശാചിന്റെ ദുഷ്പ്രേരണകൾക്ക് വിധേയമായി തീരുന്ന പക്ഷം ഉടനെ തന്നെ തങ്ങളുടെ പക്കൽ വന്നുപോയ അബദ്ധത്തെപ്പറ്റി അവർക്ക് ബോധ്യം വരുന്നതായിരിക്കും. അങ്ങനെ അതിൽ നിന്ന് പിൻവാങ്ങുകയും മേലിൽ അത്തരം വഞ്ചനകളിൽ അകപ്പെടാതെ സൂക്ഷിക്കുവാനുള്ള മുൻകരുതലും ദീർഘദൃഷ്ടിയും അവർക്കുണ്ടായിത്തീരുകയും ചെയ്യും. സൂക്ഷ്മതയും ഭയഭക്തിയുമില്ലാതെ പിശാചിന്റെ സഹോദരങ്ങളും മിത്രങ്ങളുമായി കഴിയുന്നവരുടെ സ്ഥിതിയാകട്ടെ മറിച്ചുമായിരിക്കും. 5ാമത്തായിട്ട് നമസ്കാരം നന്നാക്കുക എന്നുള്ളതാണ്. വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമസ്കാരം നന്നാക്കണം. പിശാച് നമസ്കാരം മോശമാക്കാൻ വേണ്ടി പരിശ്രമിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾക്കറിയാം, പലപ്പോഴും ഞാൻ ഉൾപ്പെടെ അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടി കഴിഞ്ഞ പിന്നെ വേറെ ഏതോ ലോകത്തേക്കൊക്കെ പോയി സലാം ചൊല്ലിയിട്ട് കഴിയുമ്പോഴാണ് തിരിച്ചു വരുന്നത്. അത് പിശാച് നമ്മുടെ നമസ്കാരത്തിൽ നിന്ന് നമ്മളെ റാഞ്ചി എടുക്കുകയാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പിശാച് നമസ്കാരം മോശമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമെന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ഈ റാഞ്ചി കൊണ്ടുപോകലിന് പകരം നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിനെ കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമെല്ലാം നമസ്കാരത്തിൻ്റെ കൈകെട്ടുമ്പോൾ ഓർമ്മ ഉണ്ടാകേണ്ടതാണ്. പല പള്ളികളിൽ നമുക്കറിയാം, ഇമാമ് നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഇസ്തഖീമു ഇഅ്തദിലു എന്ന് പറഞ്ഞതിന് ശേഷം പറയും, ഇത് അസ്വലാത്തുൽ വിദാ, ഇത് നിന്റെ ജീവിതത്തിലെ ഒരു അവസാന നമസ്കാരമാണ് എന്ന് നീ കരുതണം. ചിലപ്പോൾ അസർ നിസ്കരിച്ച നീ, മഗ്രിബ് നിസ്കരിച്ച നീ ഇശാക്ക് എത്താൻ സാധ്യതയില്ല എന്ന് പല പള്ളികളിലും ഇമാം ഓർമ്മപ്പെടുത്താറുണ്ട്. കാരണം ആ നമസ്കാരത്തിൽ നിന്റെ ഖുശൂഇന്റെ 100% നിന്റെ ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഇമാം ഉത്ബോധിപ്പിക്കുന്നത് നമ്മൾ പല പള്ളികളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. കാരണം ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തിലേക്ക് എത്തുമെന്നോ, ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ടിട്ടിരിക്കുന്ന ഈ ബട്ടൺസ് എൻ്റെ സ്വന്തം കൈ കൊണ്ട് അഴിക്കുമോ എന്ന് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകുവാൻ ശ്രദ്ധിക്കുക. ഖുശൂ എന്ന് പറയുന്ന നമസ്കാരത്തിന്റെ ചൈതന്യമാണ്. അതാണ് ഭയഭക്തി എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അള്ളാഹുവിനോടുള്ള ഭക്തിയോടെയും അവൻ തന്നെ നിരീക്ഷിക്കുന്നു എന്ന ബോധത്തോടെയുമുള്ള അടക്കത്തിനാണ് ഖുശൂ എന്ന് സാമാന്യമായി മലയാളത്തിൽ തർജ്ജമ കൊടുക്കാം. കാരണം ഖുർആൻ പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. തങ്ങളുടെ നമസ്കാരത്തിൽ ഖുശൂ ഭയഭക്തിയുള്ളവരായ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. നമസ്കാരത്തിൽ ഭയഭക്തി വേണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. സുബഹി നമസ്കാരം ഒരു യുദ്ധം പോലെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും 3:58 ബാങ്ക് വിളിക്കുന്നത്, 4:18 പിന്നെ ജമാഅത്ത് തുടങ്ങും. അപ്പോൾ ഉറക്കത്തോടും സ്വന്തം ശരീരസുഖത്തോടും യുദ്ധം ചെയ്ത് വിജയിച്ച യോദ്ധാക്കളെ മാത്രമേ പള്ളികളിൽ കാണാൻ കഴിയുള്ളൂ. ജമാഅത്ത് നമസ്കാരത്തിൻ്റെ സമയത്ത്, സുബഹിൻ്റെ സമയത്ത് പള്ളിയിൽ ജമാഅത്ത് എത്തുന്ന ആളുകൾ യോദ്ധാക്കളാണ് എന്നാണ് പറയുന്നത്. ആ യോദ്ധാക്കളെ കാണണമെങ്കിൽ നിങ്ങൾ സുബഹിയുടെ സമയത്ത് ജമാഅത്തിന് പള്ളികളിൽ വരിക. അല്ലാതെ സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ ഇതിന് പുറകെ ഒരു ഇത് വരുന്നുണ്ട്, വിശ്വാസമുള്ള ഒരുപാട് സമയമുണ്ട്. 3:45 ഇനി നേരം വെളുക്കാനായിട്ട് എത്ര സമയമുണ്ട്? 6:30 മണി, 7:30 ഓഫീസിൽ പോകേണ്ട നിങ്ങൾക്ക് 7 മണി വരെ സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിശാച് നമ്മുടെ കാതുകളിൽ ഇങ്ങനെ മന്ത്രിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഖുശൂ എന്നുള്ളതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹു തന്നെ സദാ വീക്ഷിക്കുന്നുവെന്ന വിചാരമാണ് ഒരാളിൽ ഖുശൂ ഉണ്ടാക്കുന്നത്.
ഇബ്നു കസീറിൽ പറഞ്ഞിരിക്കുന്നത് അള്ളാഹു നമ്മളെപ്പോഴും ഇങ്ങനെ വിഷയം നമുക്കറിയാം. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ക്യാമറകളുണ്ട്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും തല താഴ്ത്തിയാലും പൊക്കിയാലും കട്ടാലും പിടിച്ചാലും എല്ലാം കണ്ടുപിടിക്കുവാൻ ക്യാമറകൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ്. അപ്പം അതുകൊണ്ട് അതിനേക്കാളെല്ലാം വിശാലമായി ക്യാമറ ഒരു ഉദാഹരണം മാത്രമാണ്. അള്ളാഹു നമ്മളെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു വിശ്വാസ ഹൃദയത്തിൽ ഉണ്ടാകുന്നതാണ് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറുകളിൽ ഖുശൂഇനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് വിനയത്തോടെയും സമർപ്പണത്തോടെയും ഹൃദയത്തെ അള്ളാഹുവിങ്കൽ നിർത്തുക എന്നാണ് ഖുശൂഇൻ്റെ അർത്ഥം. അൽ മദാരിജിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൃദയത്തെ അള്ളാഹുവിങ്കൽ സമർപ്പണത്തോടെയും വിനയത്തോടെയും നിർത്തുക. അടുത്തത് ജമാഅത്ത് നമസ്കാരമാണ്. നേരത്തെ നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, ഇനി ജമാഅത്ത് നമസ്കാരമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ സലാസത്തിൻ ഫീ ഖറിയത്തിൻ വലാ ബദ്വിൻ ലാ തുഖാമു ഫീഹിമുസ് സ്വലാത്ത് ഇല്ലാ ഖദ് ഇസ്തൗഖദ അലൈഹിമുശ് ശൈത്വാനു ഫഅലൈക്കും ബിൽ ജമാഅ ഫഇന്നമാ യഅകുലു الذئബു അൽ ഖാസിയ. ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഒരു നാട്ടിലോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലോ, ഈ ബദു എന്ന് പറഞ്ഞത് ഗ്രാമവാസികളെ കുറിച്ചാണല്ലോ. അപ്പോൾ ഒരു നാട്ടിൽ ഗ്രാമത്തിൽ 3 ആളുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ, ഇപ്പോൾ 3 പേരുണ്ടെങ്കിൽ ആ ഗ്രാമീണ അവർക്കിടയിൽ ജമാഅത്ത് നമസ്കാരം ഉണ്ടാകണമെന്നാണ്. ഒരാൾ 2 ആൾ കഴിഞ്ഞ് 3ാമത് ഒരാൾ കൂടി ഒരു നാട്ടിൽ 3 മുസ്ലിമീങ്ങൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അവിടെ ജമാഅത്ത് നമസ്കാരം തുടങ്ങേണ്ടതാണ്. ഇനി അവിടെ അങ്ങനെ അവർ ജമാഅത്ത് നമസ്കാരം നിലനിർത്തുന്നില്ല എങ്കിൽ അവരെ പിശാച് അതിജയിക്കുന്നതാണ്. അതുകൊണ്ടാണ് നീ ജമാഅത്ത് നമസ്കാരത്തെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെയാണ് ചെന്നായ പിടിക്കുന്ന ഒരു ഉദാഹരണവും പ്രവാചകൻ പറഞ്ഞു. ആടുകളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നവരെ ചെന്നായ റാഞ്ചിയെടുക്കുന്ന പോലെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെ പിശാച് റാഞ്ചിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇനി 7ാമത്തേത് പിശാചിൽ നിന്നുള്ള ഉപദ്രവം ഒഴിവാകുവാൻ സുജൂദ് അധികരിപ്പിക്കലാണ്. സത്യവിശ്വാസികൾ അള്ളാഹുവിന് വേണ്ടി നമസ്കാരവും സുജൂദ്